നിങ്ങളുടെ കുട്ടികൾ വയറുവേദന എന്ന് പറഞ്ഞ് സ്ഥിരം പറയാറുണ്ടോ? പല കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാകും. പ്രായമനുസരിച്ച് അതിനെ ഒന്ന് തിരിക്കുകയാണെങ്കിൽ 2 തൊട്ട് 3 മാസം വരെയുള്ള കുട്ടികളിൽ വയറുവേദന അനുഭവപ്പെടാം. അതിനെ നമ്മൾ സാധാരണ ഇൻഫൻറ്റ് കോളിക് അല്ലെങ്കിൽ ബേബി കോളിക് എന്ന് വിളിക്കും. ആ കരച്ചിൽ ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. 2 തൊട്ട് 3 ദിവസം, ഒരാഴ്ചയിൽ കൂടുതൽ അങ്ങനത്തെ ഒരു ക്രൈയിങ് പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുക. 2-3 മാസം അത് നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്കതിനെ ഇൻഫൻറ്റ് കോളിക് അല്ലെങ്കിൽ ബേബി കോളിക് എന്ന് പറയാവുന്നതാണ്. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ദഹന പ്രക്രിയ പാകപ്പെട്ടു അല്ലെങ്കിൽ പക്വതപ്പെട്ട് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് കൂടിയിട്ടോ ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഇൻഫൻറ്റ് കോളിക് കാണിക്കുക. പാല് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഫീഡും കഴിയുമ്പോൾ ഗ്യാസ് നന്നായിട്ട് തട്ടുക. ഗ്യാസ് തട്ടുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ വയറമങ്ങുന്നത് പോലെ തോളത്തോട്ട് കിടത്തുക. അത് കഴിഞ്ഞ് താഴേന്ന് മുകളിലോട്ടാണ് നമ്മൾ തട്ടേണ്ടത്. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും അത് ചെയ്യേണ്ടതാണ്. പിന്നെ ചില ഒരു കോറിലേഷൻ കണ്ടേക്കുന്നത് അമ്മമാരിൽ കൂടുതൽ പാലുൽപ്പന്നങ്ങളോ ചോക്ലേറ്റ്സൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കോറിലേഷൻ കണ്ടിട്ടുണ്ട് കുട്ടികളിൽ വരുന്നതായിട്ട്. ഓവർ ഫീഡിങ്ങും ഇൻഫൻറ്റ് കോളിക് വരാനുള്ള ഒരു കാരണമായിട്ടും കാണാറുണ്ട്. ഇനി കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളിലോട്ട് പോകും. അതായത് ഒരു 2 to 3 ഇയേഴ്സ് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു രീതി വരാറുണ്ട്. മിക്കപ്പോഴും കുട്ടികളുടെ ഭക്ഷണ രീതി കറക്റ്റ് സമയത്തോ ആയിരിക്കത്തില്ല കഴിക്കുന്നത്. ഇപ്പോഴത്തെ ഡയറ്ററി ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല് അതൊക്കെ ഒരു കാരണമാണ്. അല്ലെങ്കിൽ അമിതമായ സ്പൈസി ഫുഡ് കഴിക്കുന്നത്, അതെല്ലാം കാരണങ്ങളാണ്. സാധാരണ നമ്മളിത് കാണുന്നത് ചിലപ്പം സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടി വയറുവേദന എന്ന് പറയുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറുവേദന പറയുക. അപ്പോൾ ഇതിന് പ്രിവെൻഷൻ പോലെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഡയറ്ററി ഹാബിറ്റ്സ് മാറ്റുക, കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക, വെള്ളം ധാരാളമായി കുടിക്കുക എന്നിങ്ങനെയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടുള്ളത്. പിന്നീടുള്ളതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അടിവയറ്റിലായിരിക്കും ഈ വേദന കാണുന്നത്. അതിനൊപ്പം തന്നെ ചിലപ്പോൾ പനിയോ ഛർദിയോ ഒക്കെ കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടെ മൂത്രം ഒഴിക്കാൻ മുട്ടുക. അതിൻ്റെ ഒപ്പം പറയാവുന്നതാണ് കിഡ്നി സ്റ്റോൺ, അടിവയറ്റിൽ വേദന. അതിൻ്റെ ഒപ്പം തന്നെ വേദന ചിലപ്പോൾ പുറകോട്ടും അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള നീറ്റൽ അല്ലെങ്കിൽ വേദന, പിന്നെ രക്തം പൊടിയുക മൂത്രം ഒഴിക്കുമ്പോൾ, ഇതുമൊക്കെ നമുക്ക് കിഡ്നി സ്റ്റോണിൽ കാണാവുന്നതാണ്. പിന്നെ വളരെ കുറച്ച് ആണെങ്കിലും ഒരു ഫാക്ടറാണ് ന്യൂമോണിയ. ബേസൽ ന്യൂമോണിയയിലാണ് വയറുവേദന കാണുന്ന. ലങ്സിൻ്റെ അടിഭാഗത്ത് വരുന്ന ന്യൂമോണിയകൾ വയറിനോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്ത്, വയറിൻ്റെ മുകൾ ഭാഗത്തും വയറുവേദന അനുഭവപ്പെടാം. ഇതെല്ലാം ആകാം നമുക്ക് കുട്ടികളിൽ വയറുവേദന ആയിട്ട് കുട്ടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായം നിങ്ങൾക്ക് ഇങ്ങനെ വയറുവേദന കുട്ടി നിരന്തരം പറയുകയാണെങ്കിൽ തേടാവുന്നതാണ്. Lakshmi Hospital, the trusted family hospital.